ഹായ് ഓൾ, വെൽക്കം ടു യാനസ് അക്കാഡമി. കുട്ടികൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊരു കോമ്പറ്റീവ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് വരുന്ന ക്ലോക്ക് എന്ന ടോപ്പിക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചോളൂ. ദ ആംഗിൾ ബിറ്റ്വീൻ ദ മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് വെൻ ദ ടൈം ഈസ് 4:20, അതായത് 4:20 സമയമാകുമ്പോൾ ആ ക്ലോക്കിലെ മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും തമ്മിലുള്ള ആംഗിൾ, അവർക്കിടയിൽ ഉണ്ടാകുന്ന ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു ക്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഇതിൽ ക്ലോക്കിലെ വലിയ സൂചിയാണ് നമ്മുടെ മിനിറ്റ് ഹാൻഡ് അല്ലേ, മിനിറ്റ് ഹാൻഡ് വലിയ സൂചിയാണ്. അതുപോലെ ഈ ചെറിയ സൂചിയാണ് ക്ലോക്കിലെ അവർ ഹാൻഡ്. ഓക്കെ, അപ്പം ഈ ക്ലോക്ക് പ്രകാരം സമയം 3 മണിയാണ്. നമുക്കറിയാം ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഓരോ സമയത്തും ഉണ്ടാകുന്ന ക്ലോക്കിലെ മിനിറ്റ് ഹാൻഡിൻ്റെയും അവർ ഹാൻഡും തമ്മിലുള്ള ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ആക്ച്വലി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് പഠിക്കാനായിട്ട്, പക്ഷേ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാണ്ട് വളരെ സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, ആദ്യം ഇതിൽ ഇക്വേഷൻ പറഞ്ഞുതരാം. ഇക്വേഷൻ ഇതാണ്: ആംഗിൾ ബിറ്റ്വീൻ ദ മിനിറ്റ് ഹാൻഡ് അവർ ഹാൻഡ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 30h മൈനസ് 11/2m ആണ്. ഓക്കെ, മോഡുലസ് ഓഫ് 30h മൈനസ് 11/2m ആണ്. ഇതിൽ h എന്ന് പറയുന്നത് ക്ലോക്കിലെ അവർ. ഓക്കെ, ഇപ്പം 4:20 സമയം, അതിൽ h ഇവിടെ 4 ആയിരിക്കും. m എന്തായിരിക്കും? ആ ക്ലോക്കിലെ മിനിറ്റാണ് സമയം. ഓക്കെ, m ആണ് 20. അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഉറപ്പായിട്ടും എന്ത് കിട്ടും? ആംഗിൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇക്വേഷൻ ചെയ്ത് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, മോഡുലസ് ഓഫ് 30 ഇൻറ്റു h ന് 4 കൊടുക്കണം, മൈനസ് 11/2 ഇൻറ്റു m എത്രയാണ്? m ഇവിടെ 20 അല്ലേ. ഇതെന്ത് കിട്ടും? മോഡുലസ് ഓഫ് 30 ഇൻറ്റു 4 എന്നാൽ 120 ആണ്, മൈനസ് 11 ഇൻറ്റു ഇതെന്താകും? വെട്ടിക്കളയാം, ഇത് 10 ആകും. 11 ഇൻറ്റു 10 110 അല്ലേ. ഇപ്പോൾ എന്ത് കിട്ടും? 120 മൈനസ് 110. ഓക്കെ, ഈ കിട്ടും എന്ത് കിട്ടും? 10 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ മോഡുലസ് കൊടുത്ത ഉദ്ദേശം മനസ്സിലായല്ലോ. മോഡുലസ് കൊടുക്കുന്നതാണ്, ചിലപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ വരാം. ഓക്കെ, നെഗറ്റീവ് ഉണ്ടെങ്കിൽ മോഡുലസ് നമുക്കറിയാം ആംഗിൾ ഒരിക്കലും നെഗറ്റീവ് വാല്യൂ വരത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ നെഗറ്റീവ് ഒഴിവാക്കാനാണ് ഈ മോഡുലസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് സിംപ്ലിഫിക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വളരെ സിമ്പിളായിട്ട് ട്രിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ട്രിക്ക് പറഞ്ഞുതരാം, സിമ്പിളാണ്. നമുക്ക് സമയം 4:20 അപ്പോൾ എന്ത് ചെയ്യുക? ആ 4:20 കറസ്പോണ്ടിങ് ആയിട്ട് ആ 4 പകരം 4 തന്നെ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് 20 പകരം എന്ത് കൊടുക്കണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 20 എന്ന് പറയുമ്പോൾ ക്ലോക്കിൽ എവിടെ പോയി നിൽക്കും? 4 പറയുന്ന ഡയലിലായിരിക്കില്ല 20 നിൽക്കുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് 4 തന്നെ കൊടുക്കുക. ഓക്കെ, ഇനി എന്നിട്ട് ഇവർ തമ്മിൽ ഡിഫറൻസ് എടുക്കുക, 4 - 4 ചെയ്യുക. ഓക്കെ, എന്ത് കിട്ടും നമുക്ക്? അത് നമുക്ക് 0 എന്ന് കിട്ടും. അയാൾ നമ്മൾ ആക്ച്വലി 30 കൊണ്ട് ഇനി ഗുണിക്കണം. ഓക്കെ, 30 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ചിലപ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ 1 വരാം, 2 വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടി 0 ആയത് കാരണം തൽക്കാലം 0 കൊണ്ട് 30 മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ എന്ത് കിട്ടി? 0 തന്നെ വരുന്നുണ്ട്. ഇനി പ്ലസ്. ഓക്കെ, പ്ലസ് ചെയ്തിട്ട് ഈ തന്നിന് സമയം ഉണ്ടല്ലോ, 20 അല്ലേ സമയം, മിനിറ്റ് 20 ആ 20ൻ്റെ പകുതി ആഡ് ചെയ്താൽ മതി. ആ 20ൻ്റെ പകുതി എത്രയാണ്? 20ൻ്റെ പകുതി 10 ആണല്ലേ. അപ്പോൾ 0 + 10 നമുക്ക് എന്ത് കിട്ടും? 10 ഡിഗ്രി എന്ന് വാല്യൂ കിട്ടണം. ഇതെല്ലാം സോൾവ് ചെയ്തും കിട്ടിയത്. ഒന്നുകൂടെ പറയാം, സമയം 4:20 സമയം. ആ 4ന് പകരം 4 എഴുതുക. ഓക്കെ, നെക്സ്റ്റ് 20ന് പകരം 20ന് കറസ്പോണ്ടിങ് വരുന്ന ഡയൽ ഏതാണ്? അത് 4 ആണ്. അവർ തമ്മിൽ ഡിഫറൻസ് എടുക്കുക, 4 - 4. ആ കിട്ടുന്ന വാല്യൂവിനെ ആക്ച്വലി 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഏത് വാല്യൂ കിട്ടിയാലും 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക? ഈ തന്നിരിക്കുന്ന മിനിറ്റ് 20 ആ 20ൻ്റെ പകുതി കൊണ്ട് ആഡ് ചെയ്യുക. ഓക്കെ, അതായത് എന്ത് കിട്ടും? 0 + 10 വരും. എക്സാക്ട്ലി 10 ഡിഗ്രി എന്നാണ് ആക്ച്വലി കിട്ടുന്നത്. ഓപ്ഷൻ ബി 10 ഡിഗ്രിയാണ്. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി എന്താണ്, കുറച്ച് അധികം സമയം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഈ ഒരു കാര്യം അറിയെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഒരു 10 സെക്കൻഡ് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഈ സിംപ്ലിഫിക്കേഷൻ ഫാസ്റ്റ് ആക്കിയാൽ മാത്രം മതിയാകും. ക്ലിയർ അല്ലേ? നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ അവർ ഹാൻഡ് ആൻഡ് ദ മിനിറ്റ് ഹാൻഡ് വെൻ ദ ടൈം ഈസ് 7:30? സമയം 7:30 ആകുമ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന മിനിറ്റ് സൂചിക്കും അതുപോലെ മണിക്കൂർ സൂചിക്കും ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ 7:30 ആണല്ലോ. അതിന് ട്രിക്ക് തന്നെ പറയാം. ആദ്യമേ 7ന് പകരം 7 തന്നെ എഴുതുക. ഓക്കെ, ഇനി ഈ 30ന് വരെ എന്ത് കൊടുക്കണം? 30ന് വരെ 30ന് കറസ്പോണ്ടിങ് ആയിട്ടും ഡയൽ ആരാണ്? അത് 6 ആണ്. അപ്പോൾ 6 കൊടുക്കുക. 7 - 6 കൊടുക്കണം. ഓക്കെ, ആ കിട്ടുന്ന വാല്യൂ എന്താണ്? 7 - 6 ആക്ച്വലി 1 ആണ്. ഓക്കെ, 1 ആയത് കാരണം നമ്മൾ ആ 1 ശേഷം ആ 1 30 കൊണ്ട് എപ്പോഴും 30 കൊണ്ടാണ് ആക്ച്വലി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, പ്ലസ്. ഓക്കെ, പ്ലസ് ശേഷം എന്ത് ചെയ്യണം? ഈ 30 മിനിറ്റ് 30 ആ മിനിറ്റിനെ പകുതി കൊണ്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 30 എന്ന് വരും. അതായത് 30 + എത്രയാണ്? 15 ആണ്. 45 ഡിഗ്രി എന്ന് കിട്ടും. ഓപ്ഷൻ ഡി 45 ഡിഗ്രിയാണ്.
നമുക്ക് നോർമൽ ഇക്വേഷൻ യൂസ് ചെയ്ത് ഇത് തന്നെ കിട്ടും. ഓക്കെ, ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ എന്താണ് ഇക്വേഷൻ നമുക്കറിയാം, മോഡുലസ് ഓഫ് 30h മൈനസ് 11/2 11/2 m ആണ് അല്ലേ. അതായത് 30 ഇൻറ്റു h എത്രയാണ് 7 മൈനസ് 11/2 ഇൻറ്റു m 30 ആണ് അല്ലേ. അതായത് 30 ഇൻറ്റു 7 മൈനസ് ഇത് വെട്ടിക്കളയാം 15 വരും. അപ്പം 11 ഇൻറ്റു 15 ആണ്. ഓക്കെ, 210 മൈനസ് 11 ഇൻറ്റു 15 എത്രയാണ് 10 ഇൻറ്റു 15 150, ബാക്കി 1 ഇൻറ്റു 5 15. അപ്പം 150 പ്ലസ് 15 165 വരും അല്ലേ. 11 ഇൻറ്റു 15 എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ 210ൻ്റെ കൂടെ 160 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും 45 ഡിഗ്രി തന്നെ ആക്ച്വലി കിട്ടും കണ്ടോ. ഇവിടെ ആക്ച്വലി എന്താണ് സിംപ്ലിഫിക്കേഷൻ കുറച്ച് അധികം സമയം വേണ്ടി വരും. അപ്പോൾ ട്രിക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം, നമ്മുടെ സമയം 7:30 ആണ്. 7ന് പകരം 7 തന്നെ താഴെ എഴുതുക. 30ന് പകരം 30ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നു ആരാണ് ഡയൽ 6 ആണ്. 6 എഴുതി ആ 7 - 6 1 എന്ന് കിട്ടും. അയാൾ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് തന്നിരിക്കുന്ന സമയം 30 ആണല്ലേ. 7:30 മിനിറ്റ് 30 ആണ്. 30നെ പകുതി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും 30 + 15 45 ഉത്തരം കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ മിനിറ്റ് ഹാൻഡ് ആൻഡ് ദ അവർ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് അറ്റ് 5:44? ഓക്കെ, 5:44 ക്ലോക്കിലെ മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ട്. എന്താണ് മോഡുലസ് ഓഫ് 30h മൈനസ് 11/2 m ആണ്. നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യാണ്ട് വളരെ സിമ്പിൾ ട്രിക്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സമയം 5:44 ആണ്. ആദ്യം എന്ത് ചെയ്യണം, ഈ 5ന് പകരം 5 അതുപോലെ തന്നെ എഴുതുക. ഓക്കെ, ഇവിടെ സമയം എന്താണ് 44 ആയിരുന്നു അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിലൊക്കെ സമയം എന്തായിരുന്നു, ഒന്ന് സമയം 7:30 മറ്റു സമയം 4:20 ആയിരുന്നു അല്ലേ. അവിടെ എന്ത് ചെയ്തു, നമ്മൾ ഈ 30നും 20നും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡയൽ കൊടുത്തു. പക്ഷേ ഇവിടെ 44 അല്ലേ സമയം. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കേണ്ടി വരും? ഓക്കെ, വളരെ സിമ്പിൾ പരിപാടി പറഞ്ഞുതരാം. സിമ്പിളാണ്. ഈ 44ന് പകരം കൊടുക്കേണ്ട ഇത്രയേ ഉള്ളൂ. ആദ്യമേ ആ സമയമായ 44ൻ്റെ നമ്മൾ എന്ത് ചെയ്യണം, 2 കൊണ്ട് ആക്ച്വലി മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, എന്നിട്ട് അയാൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് 88/10 നമുക്ക് 8.8 എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായോ? ആ തരുന്ന സമയം 5:44 ആണ്. അതിലെ മിനിറ്റിനെ ഇരട്ടി എടുക്കുക. അപ്പോൾ ഇത് കിട്ടും 44 ഇരട്ടി 88 ആണ്. അയാളെ 10 കൊണ്ട് ഹരിക്കണം ആദ്യം. ഓക്കെ, നെക്സ്റ്റ് 10 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 88/10 നമുക്ക് 8.8 എന്ന് കിട്ടും. അപ്പോൾ 5 - 8.8 ആണ് ആക്ച്വലി ഇവിടെ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഇത് തന്നെയാണ് ആക്ച്വലി നമ്മൾ നേരത്തെയും ചെയ്തത്. നമ്മൾ പറയാം, സമയം 4:20 ആയിരുന്നപ്പോൾ നമ്മൾ 4ന് പകരം 4 എഴുതി. എന്നിട്ട് 20 ഒരു 4 ആണ് ആക്ച്വലി എഴുതിയത്. അവിടെയും ഇതേ സെയിം സംഭവം നമ്മൾ ആക്ച്വലി ചെയ്തിരിക്കുന്നത്. അതായത് ആ 20നെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ നമുക്ക് 4 തന്നെ കിട്ടുമല്ലോ. ഈ 7:30 ആകുമ്പോഴും കണക്ക് തന്നെയാണ്. 30നെ 2 കൊണ്ട് ഗുണിച്ചിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. എന്ത് കിട്ടും? അതേ 6 തന്നെയാണ് അവിടെയും കിട്ടുന്നത്. കണ്ടോ, സെയിം പരിപാടി തന്നെയാണ്. അവിടെ ഡയൽ പറഞ്ഞാലും സംഭവം തന്നെയാണ്. ആ തന്നിരുന്ന സമയത്തിന് എന്താണ് മിനിറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആയിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ എന്ത് കിട്ടി? 5 - 8.8 എന്ന് കിട്ടി. അപ്പോൾ എന്താണ് 5 - 8.8 എത്രയാണ്? -3.8. മൈനസ് വാല്യൂ -1 അതുപോലെ തന്നെ കൊടുത്തേക്കുക. നേരത്തെ എല്ലാം പ്ലസ് വാല്യൂ തന്നെയായിരുന്നു. ഇവിടെ -1 ഉള്ളൂ, കുഴപ്പമില്ല. -3.8 അയാൾ എന്ത് ചെയ്യണം? ഇനി 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പം 3.8 × 30 എത്രയായിരിക്കും? നമുക്കറിയാം ഇവിടെ ഓൾറെഡി ഒരു 0 ഉണ്ട്. അപ്പോൾ ഡെസിമൽ മാറുമല്ലോ. അപ്പോൾ എന്താകും? -38 × 3 എന്ന് മാറും. ഓക്കെ, അപ്പോൾ 38 × 3 എത്രയാണ്? നമുക്കറിയാം 40 × 3 120 ആണെങ്കിൽ 38 × 3 എന്ത് ചെയ്യുക? ഒരു 6 കുറച്ചാൽ പോരെ. 2 × 3 6 കുറച്ചാൽ മതി. ഇപ്പോൾ എന്ത് കിട്ടും? 120 - 6 അല്ലേ. അപ്പം -114 എന്ന് വാല്യൂ കിട്ടും. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഇയാളുടെ കൂടെ ഈ തന്നിരിക്കുന്ന സമയമായ 44 ഈ മിനിറ്റിൻ്റെ പകുതി ആഡ് ചെയ്യണം അല്ലേ. എത്രയാണ്? 44 പകുതി 22 ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? -114 + 22. ഇവിടെ തന്നെ 2 നമ്പേഴ്സ് 2 സിമ്പിൾ ആയത് കാരണം 2 സൈൻ ആയത് കാരണം ഡിഫറൻസ് എടുക്കുക. എത്ര കിട്ടും നമുക്ക് ആക്ച്വലി -92 ഡിഗ്രി എന്ന് കിട്ടും. ഒരിക്കലും ആംഗിൾ മൈനസ് പറയാത്തതുകൊണ്ട് എന്ത് ചെയ്യാം? +92 അല്ലേ. 92 ഡിഗ്രി ഉത്തരം എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഓപ്ഷൻ എ 92 ഡിഗ്രി. ഓക്കെ, അപ്പം ഈ വാല്യൂസ് മനസ്സിലാക്കുക. 5:44 സമയം. അപ്പോൾ 44 നമുക്ക് നോർമലി ഡയലിൽ വരുന്ന ആളല്ലാത്തത് കൊണ്ട് അയാളെ നേരെ 2 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, 2 കൊണ്ട് ഗുണിച്ചിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡെസിമൽ വാല്യൂ വരുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ 5 - 8.8 ആണ്. അപ്പോൾ എന്ത് കിട്ടും? -3.8 എന്ന് വരും. അയാളെ എപ്പോഴും 30 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 30 ഉള്ളത് കാരണം എന്ത് ചെയ്യുക? നമുക്ക് ഒരു
അതിൽ 30 എന്നാണ് അവിടെ 0 ഉണ്ട്. അപ്പോൾ ഡെസിമൽ പ്ലേസ് മാറ്റി കൊടുക്കാം. 3 38 3 എന്ന് എഴുതാം. അപ്പോൾ എത്രയാണ് -114 ആണ്. അയാളുടെ കൂടെ എന്ത് ചെയ്യണം? ഈ തന്നിട്ട് സമയം മിനിറ്റിനെ പകുതി കൊണ്ട് അല്ലേ മിനിറ്റിനെ പകുതിയാക്കുക. 22 കിട്ടും. തമ്മിൽ ആഡ് നമുക്ക് ടോൾ ഡിഗ്രി കിട്ടും. -92 ഡിഗ്രി. ആക്ഷൻ തന്നെയാണ്, അത് 92 ഡിഗ്രി തന്നെയാണ്. ഓക്കെ, ഇത് തന്നെയാണ് ഇക്വേഷൻ ഇപ്പോൾ കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്ക് മറ്റൊരു ചോദ്യം കൂടെ നോക്കാം. വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദ മിനിറ്റ് ഹാൻഡ് ആൻഡ് ദ അവർ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് അറ്റ് 2:52? ഓക്കെ, 2:52 ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ചെയ്യാൻ ട്രിക്ക് എന്തായിരുന്നു? 2:52 ആകുമ്പോൾ 2ന് കറസ്പോണ്ട് 2 തന്നെ എഴുതുക. ഇനി 52 വരെ എന്ത് എഴുതണം? എന്ത് വരണം? ഈ 52ൻ്റെ ഇരട്ടി എടുക്കുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 104 കിട്ടും. അയാളെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം എന്ത് കിട്ടും? 10.4 കിട്ടും. ഇവർ തമ്മിൽ ഡിഫറൻസ് എടുക്കുക. അപ്പം 2 - 10.4 എത്രയാണ്? അത് -8.4 ആണ്. അയാളെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? പ്ലസ് പിന്നെന്താ? ഈ തന്നിരിക്കുന്ന മിനിറ്റിൻ്റെ പകുതിയും കൂടെ ആഡ് ചെയ്യണ്ടേ? 52 പകുതി എത്രയാണ്? 26 കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? -8.4 30 എന്ന് പറഞ്ഞാൽ -84 × 3 ആകും, പ്ലസ് 26. അതായത് 84 × 3 എത്രയാണ്? 80 × 3 240, 4 × 3 12 അല്ലേ? നമുക്ക് എന്ത് കിട്ടും? 250 -252 കിട്ടും, പ്ലസ് 26. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ ഇത് നമ്മൾ വ്യത്യാസം എടുത്താൽ മതി. എന്ത് കിട്ടും? -226 എന്ന് വാല്യൂ കിട്ടും. അതായത് നെഗറ്റീവ് ആയി നമുക്ക് ആംഗിളായിട്ട് വരില്ല. 226 ആണ് നമുക്ക് കിട്ടുന്ന ആംഗിൾ. ഓക്കെ, പക്ഷേ ഇതല്ല നമ്മുടെ ഉത്തരം. ഓപ്ഷനകത്ത് ഓപ്ഷൻ ബി 226 ഉണ്ട്, പക്ഷേ ഉത്തരം ഇതല്ല കൊടുക്കേണ്ടത്. കാര്യം എന്താ? നമുക്കറിയാം ക്ലോക്കിൻ്റെ മിനിറ്റ് ഹാൻഡ് അവർ ഹാൻഡ് തമ്മിലുള്ള മാക്സിമം ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. നോക്കിക്കേ, സമയം 6 മണിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വലിയ ഏറ്റവും മാക്സിമം എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഒരിക്കലും അതിൽ കൂടുതൽ വലിയ ആംഗിൾ വരാൻ പാടില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ 180 കാട്ടിയും വലിയ ഡിഗ്രിയാണ് ആംഗിളായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ വീണ്ടും ഈ കിട്ടുന്ന വലിയ വാല്യൂവിനെ 360 എന്ന് ഡിഫറൻസ് എടുക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, 360 - 220 ആ കിട്ടുന്ന വാല്യൂ ആയിരിക്കും കറക്റ്റ് 2:52 ആംഗിളായിട്ട് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഡിഫറൻസ് എന്ത് കിട്ടും? നമുക്ക് 360 നിന്ന് 226 പോയാൽ നമുക്ക് എന്ത് കിട്ടും? 134 ഡിഗ്രി. ഓപ്ഷൻ എ ആണ് ആക്ച്വലി ഇവിടുത്തെ റൈറ്റ് ആൻസർ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 180നെ കാട്ടിയും കൂടുതൽ ആംഗിളാണ് കിട്ടുന്നതെങ്കിൽ, ഗ്രേറ്റർ ആംഗിളാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കിട്ടുന്ന വാല്യൂവിന് 360 വീണ്ടും ഡിഫറൻസ് എടുക്കേണ്ടിയിരിക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ കിട്ടിയ 226 ആക്ച്വലി എന്ന് പറയാമോ? അത് ആക്ച്വലി അവിടുത്തെ റിഫ്ലെക്സ് ആംഗിൾ ആട്ടോ. റിഫ്ലെക്സ് ആംഗിൾ അല്ലെങ്കിൽ എന്ത് പറയാം? എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയാം. ആ ക്ലോക്കിലെ 2:52ൻ്റെ റിഫ്ലെക്സ് ആംഗിൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ. ഓക്കെ, എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, ഫൈൻഡ് ദ റിഫ്ലെക്സ് ആംഗിൾ ബിറ്റ്വീൻ ദ അവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് ഇൻ 2:52. അപ്പോൾ ഉത്തരം എന്തായിരിക്കും കിട്ടുന്നത്? അത് 226 ആയിരിക്കും. ക്ലിയർ ആണോ? ഉത്തരം ആലോചിച്ചാൽ മതി. നമ്മുടെ ഒരു ക്ലോക്കിനകത്ത് സമയം 3 മണിയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 90 ഡിഗ്രിയാണ്. അപ്പോൾ ബാക്കി പുറത്തുള്ള ആ 90 ഡിഗ്രി പുറത്തുള്ള 270 ഡിഗ്രി ആയിരിക്കും അവിടുത്തെ റിഫ്ലെക്സ് ആംഗിൾ എന്ന് പറയുന്നത്, എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആംഗിൾ ബിറ്റ്വീൻ അവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് എന്ന ഏരിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് മറ്റൊരു വിശേഷമുണ്ട്. നമ്മുടെ SSCയുടെ RRBയുടെ ഒക്കെ പുതിയ ബാച്ച് സെക്കൻഡ് അടൂർ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അറിയാൻ താഴെ നിൽക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. നെക്സ്റ്റ് സെഷനായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.